പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒടിച്ചുകുത്തി നാരങ്ങയുടേതുപോലെ തൊലി കട്ടിയുള്ള ഒരു നാരങ്ങയാണ് ഇത്. ആവിയിൽ പുഴുങ്ങാതെയും വെള്ളത്തിലിട്ട് തിളപ്പിക്കാതെയുമാണ് ഈ പിക്കിള് തയ്യാറാക്കുന്നത്. ചോറിനും കഞ്ഞിക്കുമൊക്കെ ചേരുന്ന ഈ പിക്കിള് ഒട്ടും കയ്പില്ലാതെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ടിവിടെ ഞാൻ 15 നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ നാരങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. ഒത്തിരി വലിപ്പത്തിൽ അരിയരുത്, കുറച്ച് ചെറുതായിട്ട് അരിയണം. എന്നിട്ട് 1 ടീസ്പൂണ് ഉപ്പും കൂടി ഇതിനോട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് മാറ്റി വെക്കണം. ആ സമയം ഇതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ എടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ നാരങ്ങ എടുത്ത് നോക്കി. അപ്പം കുറച്ച് ഉപ്പൊക്കെ അത് പിടിച്ചിട്ടുണ്ട്, സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കണം. നല്ലെണ്ണയാണ് ഇതിന് നല്ലത്, അതില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. അതിന് ശേഷം കട്ട് ചെയ്ത വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് വഴറ്റണം. വെളുത്തുള്ളി ഇഞ്ചിയും കട്ട് ചെയ്യുകയോ ഗ്രേറ്റ് ചെയ്യുകയോ ഒക്കെ ഇടാം. ഇതൊന്ന് റോസ്റ്റ് ആയിട്ട് വരണം. അങ്ങനെ റോസ്റ്റ് ആയതിന് ശേഷം ഇതിലേക്ക് എരിവിന് ആവശ്യമായ 5 പച്ചമുളക് ഇടുന്നുണ്ട്, കൂടെ കറിവേപ്പിലയും കൂടെ. നമ്മൾ പിന്നെ മുളക് പൊടി ഇതിനകത്ത് ഇടുന്നുണ്ട്. ഇങ്ങനെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴന്നതിന് ശേഷം വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ ഫ്ലെയിം ലോയിലായിരിക്കണം. ഇനിയും ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുക, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂണിൽ കുറവായിട്ട് ഉലുവാപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. അങ്ങനെ റോസ്റ്റ് ആക്കിയതിന് ശേഷം വേണം അരിഞ്ഞു വെച്ച നാരങ്ങ പീസസ് ഇതിനകത്തിട്ട് ഇളക്കണം. നാരങ്ങ ഇട്ട് കഴിയുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലാകണം. അങ്ങനെ നാരങ്ങ പീസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് ഇളക്കണം. നമ്മളിവിടെ ഉപ്പ് നേരത്തെ കുറച്ചിട്ടതാണ്. ഇപ്പോൾ കുറവായിട്ട് തോന്നിയതിനാൽ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം 1/4 കപ്പ് വിനാഗിരിയും കൂടെ ചേർക്കുന്നുണ്ട്. വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഫ്ലെയിം ഓഫാക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങാച്ചാർ തയ്യാറായി. തുടക്കം മുതൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇത് തയ്യാറാക്കാൻ. എടുക്കുന്ന പാത്രങ്ങളും ഇൻഗ്രീഡിയൻസിലും ഒന്നും വെള്ളമയം കാണരുത്. അങ്ങനെയെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ പിടിക്കുകയില്ല. അതുപോലെ ഉപയോഗിക്കുന്ന സമയത്തും നനവില്ലാത്ത സ്പൂൺ വേണം ഉപയോഗിക്കാനായിട്ട്. ഗ്ലാസ് ജാറുകളിൽ ഇത് അടച്ച് സൂക്ഷിക്കാം. ഈ ടേസ്റ്റിയായ സൈഡ് ഡിഷ് പിക്കിൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.